പഹൽഗാമില് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ വലിയ രീതിയിൽ ഭീകരാക്രമണം നടത്തി. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ അതുവരെ ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ചിരുന്ന, ഇരവാദം ഉന്നയിച്ചിരുന്ന, തെരുവോരങ്ങളിൽ പ്രകടനം വിളിച്ചിരുന്ന, മൈക്ക് കെട്ടി പ്രസംഗിച്ചിരുന്ന ആളുകളെ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല. അവരൊക്കെ ഉറക്കം നടിച്ച് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയി. എന്നാൽ അത്തരത്തിലുള്ള സകലരും ഇപ്പോ ഉണർന്നു വരുന്നത് തുടങ്ങിയിട്ടുണ്ട്. ഏത് സമയത്ത് നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായച്ച ഭീകരർക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാന്റെ ഹൃദയഭൂമിയിലേക്ക് തന്നെ കടന്നു കയറിയിട്ട് ആക്രമണം നടത്തുന്ന ഈ സമയത്ത് കേരളത്തില് ഗാസയ്ക്ക് വേണ്ടി ഇരവാദം ഉന്നയിച്ച സകലരും ഇപ്പോ പതുക്കെ ഉണർന്ന് തുടങ്ങിയിട്ടുണ്ട്. റിജാസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നാഗ്പൂരിൽ അറസ്റ്റ് ചെയ്തു. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിച്ചിട്ട്. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക. നമ്മൾ ഇത്ര ഫേമസ് ആയ നമ്മളെ പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മെറീന എന്ന് പറയുന്നൊരു സിനിമാ നടി രംഗത്തെത്തിയിട്ട് പറയുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് 10 കൊല ചെയ്താൽ എന്താ ശരിയാണോ? എന്താ ശരിയല്ല മാവ, ശരിയല്ലെന്ന് ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? സകലരും തിരിച്ചറിയണോ, നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ നമ്മൾ ശക്തമായി തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ സിനിമാ നടിമാരും അവരൊക്കെ സ്ത്രീകളെ കുട്ടികളെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരും തിരിച്ചറിയണം നമ്മൾ ഇതിനെ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീടുകളിലേക്കാണ് ഇവര് അടുത്തതായിട്ട് എത്തുക. അതാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളുടെ പാരമ്പര്യം, ചരിത്രം. എന്നെ കണ്ടപ്പോഴേ എന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് ആ രാജ്യത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നോ? ബിഗ് ബോസ് താരം, സിനിമാ നടിമാര്, ഇവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പാകിസ്ഥാനിലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തില്ല. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. അതാണ് ആ രാജ്യം. ഈ രാജ്യത്തെ സകല സ്വാതന്ത്ര്യവും സമാധാനവും സൗകര്യവും സുരക്ഷയും സകലതും അനുഭവിച്ചിട്ട് കുറെ ആളുകള് വാദിക്കുക, നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളും അതിശക്തമായിട്ട് പാകിസ്ഥാനെതിരെ നിലകൊള്ളുന്നത് കൊണ്ടാണ്, ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ വിമർശിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ സമാധാനത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്നത്.